ഫുൾ ആള് വന്നിരിക്കുക പറയുന്നത് ഒരു ഗ്രേറ്റ് സപ്പോർട്ടാണ്. എസ്പെഷ്യലി നമ്മൾ സിനിമയുടെ പ്രിവ്യൂ എന്നല്ല, പകരം നമ്മുടെ ട്രെയിലർ ലോഞ്ചിനാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? റെഡി? സോ ഇന്ന് ആക്ച്വലി നമ്മളോടൊപ്പം നമ്മുടെ മൂവിൻ്റെ ക്രൂ, ഓൺലൈൻ മീഡിയ ടീം ആൻഡ് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ഒത്തിരി ഗസ്റ്റ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്, സെലിബ്രിറ്റീസ് ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടിയിട്ട് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈബി ഈഡൻ സർ, നമ്മുടെ MP ആൻഡ് ചാണ്ടി ഉമ്മൻ സർ, നമ്മുടെ MLA, രണ്ട് പേരും നമുക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ഒക്കേഷനിൽ ഈവനിങ്ങിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇന്നത്തെ നമ്മുടെ മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലിയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത്. റെഡിയാണോ? ആണോ? റെഡിയാണോ? യെസ്. അപ്പൊ നമുക്കൊരു റിപ്പോർട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒന്ന് താഴോട്ട് വരൂ. കൗണ്ടറൊക്കെ വരുന്നുണ്ട്, വേഗം വിളിച്ചേക്കാം. ഓക്കെ, സോ 5, 4, ഓക്കെ ആണല്ലോ അല്ലേ? 3, 2, 1, 0. ഒന്നില്ലേ? ലൈറ്റ് ലാസ്റ്റ് സംസാരിക്കാന്ന് പറഞ്ഞു. ആൻഡ് ഹൈബി ഈഡൻ സാറിനെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ്. എങ്ങനെയുണ്ട് കണ്ടിട്ട്? നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഖിൽ മാരാർ അഭിനയിച്ച ഒരു സിനിമയുടെ ടീസറാണ് നമ്മളെല്ലാവരും ചേർന്ന് ഇന്ന് പുറത്തിറക്കിയിട്ടുള്ളത്. പ്രതിഭാശാലിയായ ഒരു കലാകാരൻ എന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആർക്കൊന്നും തോന്നരുത്, ഞാൻ സിനിമ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിലും ഞാൻ കാണാത്തൊരു സാധനമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. പക്ഷേ മലയാളികൾക്ക് അഖിലിനെ പരിചയം ബിഗ് ബോസ് എന്ന ഒരു സീരീസിലൂടെയാണ്. ആ പ്രോഗ്രാമിലാണ് മലയാളികളുടെ മനസ്സിൽ അഖിൽ ഇടം നേടിയത്. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു വീഡിയോ കാണുമായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ ഒരു ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. അത് മറ്റാരുമല്ല, അഖിലായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ച്, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത്, തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നേടിയെടുത്ത ഒരു സ്ഥാനമാണ് മലയാളികളുടെ പൊതു മനസ്സുകളിൽ, ഇടങ്ങളിൽ. അതാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ എന്ന നടൻ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് വിലയിരുത്തേണ്ടത്. എനിക്കെപ്പോഴും ടീസർ കണ്ടിട്ട് എനിക്ക് ഒരു സംശയമുള്ളത് വില്ലനാണോ ഹീറോയാണോ എന്നുള്ളതാണ്. കാരണം അതിലെ ഷോർട്സ് കാണുമ്പോൾ വളരെ നന്നായി ഒരു യങ് ടീമിൻ്റെ ഒരു പ്രൊഡക്ഷൻ, നല്ല മനോഹരമായ ഷോർട്സും ആംഗിൾസും കണ്ടു. സിനിമ ആസ്വദിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള അഭിപ്രായം മാത്രമാണ്. ഇന്നലെ 3 മണിയായി രാവിലെ F1 ഫോർമുല കണ്ടിട്ട് F1 കണ്ടു കഴിഞ്ഞ് വന്ന് രാത്രി ഇന്നലെ 11:30 ഷോയ്ക്കാണ് പോയത്. അപ്പോൾ സിനിമ എല്ലാം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീമിൻ്റെ നല്ലൊരു ആശയം മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി. എനിക്ക് തോന്നുന്നു അഖിലിൻ്റെ ഇടപെടൽ കൊണ്ടും നല്ലൊരു ടീമിൻ്റെ പ്രവർത്തനം കൊണ്ടും മലയാളികൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് ടീസർ വളരെ നന്നായി വന്നിട്ടുണ്ട്. ഞാൻ ഐ ആം വിഷിംഗ് ദി എൻറ്റയർ ടീം ദ വെരി ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും അഖിൽ ഞങ്ങളുടെ എല്ലാം ഒരു നല്ല സുഹൃത്താണ്. അഖിലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം ചുവട് വയ്ക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എല്ലാത്തിനും അതിജീവിച്ച് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സിനിമയിലും അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. I wish him and the entire team the very best. Thank you. Thank you so much, sir. And now let's welcome Chanti Umman, sir. പ്രിയപ്പെട്ട അഖിലിൻ്റെ വളരെ നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. തീർച്ചയായിട്ടും അഖിലിനെ ഹൈബി പറഞ്ഞ പോലെ മലയാളത്തിന് പരിചയം ബിഗ് ബോസിലൂടെയാണ്. ഹൈബിയുടെ കൂട്ടാണ് ഞാനും കാണാറില്ല. ഞാനും അങ്ങനെ കാണുന്ന ഒരു പരിപാടിയല്ല. എങ്കിൽ പോലും എൻ്റെ ഇലക്ഷൻ സമയത്ത് എൻ്റെ പ്രചരണത്തിന് വേണ്ടി അഖിൽ വളരെയധികം വന്നു. തൊട്ട് മുമ്പ് എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കുടുംബസംഘം നിന്നപ്പോഴും വന്നു. അങ്ങനെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ട് ഉണ്ട്.
തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ ആശംസകളും അതിന് വെച്ചുകൊണ്ട് നേരുകയാണ്. ട്രെയിലർ എനിക്ക് തോന്നുന്നു നല്ല ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കിയാണ്. നല്ലൊരു ഫിലിമിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കിയാണ്. വലിയൊരു സക്സസ്സായി മാറട്ടെ. അഖിലിൻ്റെ ജീവിതം പോലെ തന്നെ തുടക്കം തൊട്ട് ഇങ്ങോട്ട് സക്സസ് ആയതുപോലെ തന്നെ ഈ ഫിലിമും തുടക്കം തൊട്ട് സക്സസ്സായി വലിയൊരു ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച്. ലിസിൻ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ട്രെയിലർ കണ്ടിട്ട്? സാധാരണഗതിയിൽ അഖിൽമാരാർ ഓൺലൈനിലൊക്കെ വന്നിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നതാണ് സാധാരണ കാണാറ്. അപ്പം അഖില് വന്നിട്ട് ഒരു പടം ചെയ്യുമ്പം ആ ടൈറ്റിലിൽ പോലും ആ കൊല്ലലിൻ്റെ ഒരു ഇത് ചേർത്തിട്ട് മുള്ളം കൊല്ലി എന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് മുന്നിൽ വരുവാണ്. വളരെയധികം സന്തോഷം. ഞാൻ ഒരു വർഷം കണ്ണൂർ പോയിക്കൊണ്ടിട്ടിരുന്നപ്പോൾ ആ ഫ്ലൈറ്റിൽ അഖിലും ഉണ്ടായിരുന്നു. അപ്പം ഈ പടത്തിൻ്റെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, പടത്തിൻ്റെ ഷൂട്ട് നടക്കുവാണ് എന്ന് പറഞ്ഞു. അപ്പം ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ചാണ് ഇന്ന്. വളരെ ഭംഗിയായിട്ട് ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ സിനിമയിൽ അഖില് അഭിനയിക്കുന്ന പുതുമുഖമായിട്ടാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നല്ല എഫോർട്ട് എടുക്കുന്ന സ്മാർട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് അഖിലിന്. അപ്പം ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും, അഭിനേതാക്കളായിക്കോട്ടെ, മറ്റ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ഇതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു വലിയ വിജയം ആശംസിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ആൻഡ് അഭിലാഷ് ചേട്ടാ, പ്ലീസ് ജോയിൻ. അഖിലിനെ പറ്റി എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എല്ലാവരോടും അഖിലിനെ പറ്റി പൊക്കി പറയാനാണ് പോകുന്നത് അറിയാം. പക്ഷേ അഖിലിനെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവൻ്റെ വളർച്ച അടുത്ത് നിന്ന് കാണാൻ പറ്റിയ ഒരാളാണ് ഞാൻ. കാരണം ഞാനും അഖിലും ഒക്കെ തുടങ്ങുന്ന ഒരേ സമയത്താണ്. ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാലത്ത് ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ച് നിന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അഖിൽ പറയുന്നൊരു കാര്യമുണ്ട്, അളിയ നമ്മളൊരു സമയത്ത് ഒരു വേദിയിൽ മുന്നിൽ വന്ന് നിന്ന് നമ്മൾ അഭിമാനത്തോടെ സംസാരിക്കും എന്ന്. എൻ്റെ ആദ്യ സിനിമ നടക്കുമ്പോഴേ അഖിൽ വിളിച്ച് പറഞ്ഞു, അളിയ ഞാൻ ഉടനെ തന്നെ ഞാനും സിനിമ ചെയ്യും. അവൻ സിനിമ ഡയറക്റ്റ് ചെയ്തു, ബിഗ് ബോസിൽ പോയി. ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ഞാൻ അഖിലോട് പറയുന്നത്, ഒന്നെങ്കിൽ നീ ആയിത്തറ വണ്ടി തന്നെ അവിടെ അടി ഉണ്ടാക്കി ഇറങ്ങി വരും, അല്ലെങ്കിൽ നീ കപ്പോട്ട് വരും. ഞാൻ കപ്പോട്ട് വന്നു. ഇനി എനിക്ക് ഈ പടം കാണുമ്പോൾ എനിക്ക് അതിശയമൊന്നുമില്ല. നാളെ രാജമൗലി സാറിൻ്റെ പടത്തിൽ അവൻ അഭിനയിക്കാൻ പോയതിനാലും വലിയ അതിശയമൊന്നും പറയാനില്ല. അവൻ അങ്ങനെ എത്തും എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ അത് ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പം നിൻ്റെ ദിവസമാണ്, നിൻ്റെ ഹാർഡ് വർക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് സുഹൃത്തുന്ന രീതിയിൽ. അപ്പോൾ ഇനിയും ഒരുപാട് ഉയർച്ച അഖിലിന് കിട്ടട്ടെ. ഒപ്പം ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ആശംസകൾ. അഭിനയിച്ച എല്ലാവർക്കും, ടെക്നീഷ്യൻസിനും ഒക്കെ ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആൻഡ് രഞ്ജിൻ ചേട്ടാ, ജോയിൻ ചെയ്യാമോ പ്ലീസ്? അഖിൽ എന്ന് ഇപ്പോൾ അഭി പറഞ്ഞ പോലെ ഞാനും അഭിയൊക്കെ ഒരേ സമയത്ത് സിനിമകൾ ചെയ്തു തുടങ്ങിയതാണ്. ആ സമയത്ത് തന്നെ അഖിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആളാണ്. അപ്പം ഞങ്ങൾ ബാക്കിലിരുന്ന് പറയായിരുന്നു, ഒരു അതിശയവുമില്ല അഖിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം എനിക്ക് ഏറ്റവും 2018-19 സമയത്ത് ഞാൻ ജോസഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് അഖിൽ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഒരുപാട് സമയത്ത് കൂടിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അഖിൽ പറയുന്ന തോട്ട്സ് ഇതൊക്കെ എപ്പോൾ സംഭവിക്കാനാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറം അഖിൽ സംഭവിപ്പിച്ച് കാണിച്ചു തന്നു എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ അഭി പറഞ്ഞ പോലെ ബിഗ് ബോസിൽ ആ കിരീടം ചൂടി നിൽക്കുമ്പോൾ ഏറ്റവും അഭിമാനിച്ച കുറച്ച് ആൾക്കാരിൽ ഒരാൾ ഞാനായിരുന്നു. കാരണം അഖില് നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച കാര്യങ്ങൾ സംഭവിപ്പിച്ചെടുത്ത ആളാണ്. അപ്പോൾ ശരിക്കും ഒരു റോൾ മോഡൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂ സുമതി വളവിനെ റിലേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അഭിലാഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞത് അഖിലിനെയാണ്. കാരണം ഈ രണ്ടുപേരുടെ DNA വേറെയാണെങ്കിലും രണ്ടുപേരുടെ രീതികൾ ഒന്നാണ്, രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ എത്തിപ്പെടുന്ന രീതി ഒന്നാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് അളിയ. വിളിച്ചാലും സംസാരിക്കാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആൻഡ് കപ്പിത്താനെയാണ് ഇനി വിളിക്കേണ്ടത് അല്ലേ, നമ്മുടെ ഡയറക്ടറിനെ. ഞങ്ങളുടെ ഒരുപാട് പ്രയത്നത്തിൻ്റെ ഒരു ഫലമാണ് നിങ്ങൾ കണ്ടത്. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, അഖിൽജി ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം. ഈ വർക്ക് ഈ രീതിയിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൺട്രോളർ ആഫാദൊക്കെ അടക്കം എല്ലാവരും, ഓരോ പേര് ഞാൻ പറയുന്നില്ല, എങ്കിലും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സിനിമ അതിന് പ്രേക്ഷകരാണ് അഭിപ്രായം പറയേണ്ടത്. അപ്പോൾ
ഇല്ല, വളരെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഫാമിലി ആയിരുന്നു. നമുക്ക് വളരെ ചെറിയൊരു ബഡ്ജറ്റ് ചെയ്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ആൾക്കാരും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒത്തിരി സന്തോഷം എല്ലാവരോടും. താങ്ക് യു. ആൻഡ് നമ്മുടെ പ്രൊഡ്യൂസർ എന്ത് പറയണം തന്നെ ഞാൻ ഐസായി നിൽക്കുക. കാരണം ഈ ഒരു രീതിയിലേക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഇവരെല്ലാം പറഞ്ഞതുപോലെ ഈ മൂവി എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് വൻ വിജയമാക്കി തരണം തന്നെയാണ്. ഒരുപാട് വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരുപാട് പേരുടെ ഏറെ നാളത്തെ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കഷ്ടപ്പാടിലൂടെ വന്ന ഒരു പ്രോഡക്റ്റാണ്. തീർച്ചയായിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മീഡിയാസിനോട് ഞാൻ പറയുന്നത്, എന്നെ വിട്ട് കളഞ്ഞാലും അഖിൽമാരെ ആരും വിട്ട് കളഞ്ഞാൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ വില്ലനാണോ ഒക്കെ കാണുമ്പോഴാണ് അല്ലേ അതിന് പിറകില് വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റണ്ട് മാസ്റ്റർ ആണ്. ലെറ്റ്സ് വെൽക്കം കലൈ കിങ്സ്റ്റൺ. യെസ്, കലൈ സാറിന്റെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. മാർക്കോ കണ്ട ആർക്കും ഈ പേര് വിട്ടുകളയാൻ പറ്റില്ല. ഒരു ഗംഭീര കൈഡി കൊടുക്കാം നമുക്ക്. വൺസ് അഗൈൻ യെസ്, താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ് വെൽക്കം സർ. ஸோ வந்தவங்க எல்லாருக்கும் தேங்க்ஸ். ஸோ தமிழில் பேசுகிற மலையாளம் அவ்வளோ தெரியாது. ஸோ இந்த படம் ஸ்டார்டிங்கில் வந்து அசார் தான் கூப்பிட்டது. ஸோ ஸ்டண்ட்டு அக்கிலுக்கு என்ன மாதிரி பண்ணுவாங்க என்னன்னு தெரில. ஸோ மேக்ஸிமம் இருக்கிற டைமில் ரொம்ப கஷ்டப்பட்டு பண்ணாவில். ஸோ நாங்களும் எதிர்பார்க்கல இந்த அளவுக்கு சீக்கிரம் கேப்சர் பண்ணுவாங்கன்னு. ஸோ தேங்க்யூ, ஆல் தி பெஸ்ட். ஸோ நெக்ஸ்ட்டு இதில் பேசுகிறோன்னா டிஓபி எல்டோ எங்கே இருக்காது. ஷார்ட் டைமில் எவ்வளோ சீக்கிரம் ஷார்ட் வைக்க முடியுமோ அவ்வளோ சீக்கிரம். ஒரு டேக்கு வந்து 30 ஷார்ட்ஸ் பிளான் பண்ணால் ஒரு 60 ஷார்ட்ஸ் எடுத்து கொடுப்பாரு. ஸோ அந்தளவுக்கு ஸ்பீடான ஆள். ஸோ டேரக்டர் கதையை எந்த அளவுக்கு சொல்லுமோ அவ்வளோ சொல்லி என்னை ப்ரிப்பேர் பண்ணாது. ஸோ ஒர்க் பண்ணவங்க எல்லாருக்கும் தேங்க்ஸ். அப்புறம் லாஸ்ட்டாக இங்கே லக்ஷ்மி பிரியா லாஸ்ட்டாக ரொம்ப கஷ்டப்பட்டு சாரி. ஸோ படம் நல்லா வந்ததுக்கு எல்லாம் தேட்டரில் நல்லா பார்த்து நீங்கள் தான் அடுத்த லெவலுக்கு கூட்டு போங்க. தமிழில் பேசணும் உங்களுக்கு தெரியல நினைக்கிறேன். தெரியுதா? அந்த ஸ்டண்டை பற்றி தான். எஸ், ஃபைட் எப்படி இருந்தது? ஃபைட் நல்லா பண்ணது, எஃபெக்ட் போட்டது. இதில் என்ன விஷயம்னா ரிஹர்சல் பண்ணுறது ட்ரைனிங் பண்ணுற டைம் இல்லை, ஷார்ட் டைமில் நாங்கள் பண்ண ஃபைட் இது. ஸோ அந்த டைமுக்கு அவ்வளோ எஃபெக்ட் போட்டு பண்ணதுக்கு பெரிய விஷயம். ஸோ சின்ன கேப்பு கூட இருக்காது. வாங்க 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 கீழே வருவாங்க ஏஞ்சி பதலவா. ஸோ இப்படி ஒர்க் பண்ணது தான் இது. ആക്ച്വലി 3 ഫൈറ്റ് അല്ല, അത് 3 ദിവസം എടുത്തത്. അപ്പം അത്രയും ഒരുപാട് ലെങ്ത്തുള്ള ഫൈറ്റാണ്. മാത്രമല്ല ഒരു ഗോഡൗണിനുള്ളിലൊരു ഫുൾ ഫൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സ്ട്രെയിനാണ്. പക്ഷേ അത് മാസ്റ്റർക്ക് ഭയങ്കര ഐഡിയ ആണ്. അതാണ് മാസ്റ്റർ ഏറ്റവും വലിയ ക്വാളിറ്റി. ആ ഒരു സമയത്ത് ഞാനാണ് എൻ്റെ ജീവിതത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തൊരു ഫൈറ്റ് കണ്ടിട്ട് പോലുമില്ല. ഇതെന്താ പരിപാടി ഇത്. പക്ഷെ എന്തായാലും താങ്ക് യു മാസ്റ്റർ, നന്നായി വന്നു. താങ്ക് യു സർ. ആൻഡ് നമ്മുടെ മറ്റൊരു ഹീറോ അഭിഷേക് ശ്രീകുമാർ ഇതുണ്ടല്ലോ. യാ പ്ലീസ് വെൽക്കം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നന്ദി പറയേണ്ടത് എനിക്ക് ഈ സിനിമയിൽ അവസരം തന്ന ആൾക്കാർക്കാണ്. ഒന്ന് നമ്മുടെ ഡയറക്ടർ, പ്രൊഡക്ഷൻ കൺട്രോളർ, അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പം ഇവരെല്ലാവരും നമ്മളുടെ ഒരു വിശ്വാസമാണ് എനിക്ക് തന്നിരുന്നത്. ആ വിശ്വാസം ഞാൻ പുലർത്തി. പിന്നെ ഇപ്പം ഇതിനകത്ത് സ്റ്റണ്ടൊക്കെ ചെയ്താണെങ്കിലും കലൈ സാറാണെങ്കിലും നമ്മുടെ അടുത്തൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് കോറിയോഗ്രാഫി ചെയ്ത് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ കലൈ സാർ ചെയ്തു തന്നു. പിന്നെ ഡയറക്ടർ സാറാണെങ്കിലും ബാബു സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാർ ഒരു പാമ്പിടിച്ച മനുഷ്യനാണ്. പുള്ളിക്കാരൻ അങ്ങനെ ഒരു അടുത്ത് വന്നിട്ട് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര സൗമ്യമായിട്ടൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ ശരിയാക്കാൻ നോക്കിയ ഒരു വ്യക്തിയാണ്. അപ്പം പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട അഖിലേട്ടനാണ്. അഖിലേട്ടൻ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ജോയിൻ ചെയ്തതാണ്. ജോയിൻ ചെയ്തപ്പോട്ട് നമ്മളോട് കറക്റ്റയ്ക്ക് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാകുന്നുണ്ട്. എന്ത് കാര്യം ഇപ്പം നമ്മളിപ്പം ഫൈറ്റ് ആയിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, എന്ത് കാര്യത്തിനും അഖിലേട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് നമുക്കിപ്പോൾ അറിയത്തില്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന്, പിന്നെ അല്ലാതെ ചുമ്മാ ഇരിക്കുമ്പോഴേ നമ്മളോട് കഥകളൊക്കെ പറഞ്ഞ് ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ എൻ്റർടൈനൊക്കെ ചെയ്ത് അപ്പം ഇങ്ങനെയൊക്കെ ഒരു കുറേ നല്ല നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇപ്പോൾ പ്രസിദ്ധേട്ടനാണെങ്കിൽ ഒരുപാട് ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പോലും ഇത് നിന്ന് പോകാതെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച വ്യക്തികളാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളർ ആസാദിക്കുക എല്ലാവരും. അപ്പം ഇതിൻ്റെ ബാക്കി ഞാൻ പറയാൻ വിട്ടുപോയിരിക്കുക നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അവരെല്ലാവരും കട്ടയ്ക്ക് കൂടുന്നു. ഇപ്പോൾ ബ്ലസൻ ആണെങ്കിലും കൃഷ്ണമുരളി ആണെങ്കിലും വിജേഷ്, അങ്ങനെ കുറേ പേരുണ്ട്. ഇവരെല്ലാവരും ഇതൊരു കൂട്ടായ്മയാണ്. സിനിമ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയാണ്. കുറച്ച് പേരെ മാത്രം മെൻഷൻ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇതിനകത്ത് ആദ്യമായിട്ട് എന്നെ സജസ്റ്റ് ചെയ്ത ബാബു സാറിൻ്റെ ബ്രദർ സാബു ചേട്ടനോടൊരു നന്ദി. അപ്പം അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം.
അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. സിനിമയും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ ഇവന്റിനെ സപ്പോർട്ട് ചെയ്ത് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ GCC ഡ്രില്ലിംഗ് അക്കാഡമി ആയിരുന്നു. ബ്രാൻഡ് അംബാസിഡർ അഖിലേട്ടൻ തന്നെയാണ് അല്ലേ? യെസ്. അപ്പോൾ അവർക്കുള്ള ഒരു ടോക്കൺ ഓഫ് ലവിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. പ്ലീസ് ജോയിൻ. ഒരു മെമെൻറ്റോ കൊടുത്ത് നമ്മുടെ ഒരു സ്നേഹം ഈ ഒരു അവസരത്തിൽ നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഹാപ്പി ഇഡൻ സർ ആൻഡ് ചാൻഡി ഉമൻ സർ രണ്ടുപേരുടെയും പ്രസൻസ് ഇൻവൈറ്റ് ചെയ്യുന്നു. ലിസ്റ്റൻ സർ പ്ലീസ്. ഫ്രണ്ടിലിരിക്കുന്ന എല്ലാവരുടെയും പ്രസൻസ് ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ്. സപ്പോർട്ട് ചെയ്ത് ഇത് സക്സസ് ആക്കാൻ നമ്മൾ കൂടെ നിന്ന സ്പോൺസർ ടീമാണ്. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. അതിനുശേഷം പറയാനുള്ളത്, ഈ സിനിമയിലേക്ക് എന്നെ നിയോഗിച്ചൊരു ശക്തിയുണ്ട്. ആ ശക്തി യഥാർത്ഥത്തിൽ ആസാദിക്കയിലൂടെയാണ് വരുന്നത്. ഡയറക്ടറിനെ അതിന് മുമ്പ് വിളിച്ചിരുന്നെങ്കിലും ഞാൻ അന്ന് ജർമ്മനിയിലായിരുന്ന സമയത്ത് ഞാൻ ഒഴിഞ്ഞതാണ്. എന്നെ ഇങ്ങനെ പല പടങ്ങൾക്ക് മുമ്പ് പലരും സംസാരിച്ചപ്പോഴും ഞാൻ പലവിധ കാരണങ്ങളാൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം ഡയറക്ടർ ആദ്യം വിളിച്ച സമയത്ത് ഞാനന്ന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നീട് ആസാദിക്ക ഭയങ്കരമായിട്ട് പുഷ് ചെയ്യണേ. അതെന്തോ ആസാദിക്കയിലൂടെ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു നിയോഗം എനിക്ക് ഉണ്ടായിരിക്കാം, ഞാനത് ചെയ്യണം എന്നൊരു തീരുമാനം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നെ പിടിച്ചു വലിച്ചുകൊണ്ടൊന്ന് അഭിനയിപ്പിച്ച ഒരാളാണ്. അതിൻ്റെ നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. പിന്നീട് ഇന്ന് ഇപ്പോൾ ഈ ഇവന്റിലേക്ക് എത്തുന്ന സമയത്ത് അതുപോലെ എൻ്റെ പ്രൊഡ്യൂസർ പ്രൊസീജറും ഈ സിനിമയുടെ ക്യാമറമാൻ എൽബൻ മാസ്റ്റർ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച രീതിയിൽ ചെയ്തൊരു സിനിമയാണ് മുള്ളൻകൊല്ലി. ബഡ്ജറ്റ് കൊണ്ട് വളരെ ചെറുതും എന്നാൽ കണ്ടന്റും ക്വാളിറ്റിയും കൊണ്ട് ഒരു വലിയ സിനിമയാണ് മുള്ളൻകൊല്ലി. വളരെ ചെറിയ പൈസയ്ക്ക് ഇന്ന് മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സിനിമ വിറ്റുപോകാത്തതും സിനിമയുടെ ബഡ്ജറ്റ് കൂടി പോകുന്നതാണ്. എങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഒരു സിനിമ എങ്ങനെ ചെയ്യാമെന്നത് പഠിക്കാൻ പറ്റിയ ഒരു നല്ല പ്രൊഡക്ഷൻ ടീമാണ് മുള്ളൻകൊല്ലിയുടെ എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാര്യം ഇതിന് എത്രത്തോളം പൈസ ചിലവാക്കണമെന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. പക്ഷേ അതേസമയം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തില്ല. കാര്യം 100% സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സമയവും ജീവിതവും മാറ്റിവെച്ച കുറച്ച് ടെക്നീഷ്യന്മാരും അതോടൊപ്പം തന്നെ എന്നെ നിർമ്മാണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും, പ്രത്യേകിച്ച് ക്യാമറമാൻ എൽബിനോട് ഒരു പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടാണ് പണിയെടുത്തത്. പല ടേക്കുകളും പലതും സിംഗിൾ ടേക്കാണ്. അപ്പം എൽബൻ എനിക്കൊരു പേര് വിട്ടു, സിംഗിൾ ടേക്ക് സിംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും സിനിമ നന്നായി വന്നതിൽ സന്തോഷം. ഒപ്പം അഭിനയിച്ചവർക്ക് എല്ലാവർക്കും 1000 നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലറായിരിക്കും. അത് ഒരു സൗഹൃദം കൊണ്ടും അടുത്തിടെ പല വിഷയങ്ങളിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം എനിക്ക് ഈ അടുത്ത തവണ ഭരണം മാറി വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാനും കോൺഗ്രസ് നിലനിൽക്കാനും വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു മറ്റാരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എല്ലായ്പ്പോഴും പ്രതിപക്ഷ സ്വരമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് മാത്രമാണ് കുറച്ച് പേർക്ക് എന്നുള്ള വിരോധം. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് രാഷ്ട്രീയം കാണേണ്ട, എൻ്റെ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് വന്നവരാണ്. അവർക്ക് തീർത്ഥ നന്ദി അറിയിക്കുകയാണ്. തിരക്കിനിടയിൽ അവർ ഓടിയെത്തി. അതുകൊണ്ട് ഹൈബിചേട്ടനും ചാണ്ടിച്ചേട്ടനും രണ്ടുപേർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഒരുപാട് പേരെ വിളിച്ചു, പക്ഷേ പലരും പലവിധ കാരണങ്ങളാൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം സിനിമയുടെ പ്രിവ്യൂ സമയത്ത് വരും, പലരും പല ഷൂട്ടിലും മറ്റുമൊക്കെയാണ്. അപ്പോൾ ഞാൻ വിളിച്ച് എന്നെ സ്നേഹം അറിയിച്ച മലയാള സിനിമയുടെ നിരവധി പ്രഗത്ഭ വ്യക്തിത്വങ്ങളുണ്ട്, ഗുരുകാരണവന്മാരുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ലിസ്റ്റിൻ ചേട്ടനും പ്രത്യേകം നന്ദി. അതോടൊപ്പം തന്നെ അഭിലാഷ് പിള്ള, രഞ്ജൻ, ഈ രണ്ടുപേരും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, സിനിമയിൽ എൻ്റെ ഭാഗമാണ്. കാരണം ഒരു 6-7 വർഷക്കാലം മുന്നേ ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന സമയത്ത് അന്ന് രഞ്ജൻ മാത്രമാണ് മലയാള സിനിമയിൽ ജോസഫ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്നത്. അഭിലാഷ് തൻ്റെ സ്വപ്നങ്ങളും, ഞാൻ അന്ന് 2018 എഴുതിയൊരു ഫേസ്ബുക്ക് റൈറ്റപ്സ് ഉണ്ട്, അഭിലാഷ് മലയാള സിനിമ കീഴടക്കാൻ പോകുന്നു. ഈ അടുത്തിടെ ഞാൻ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ്, എല്ലാ ദിവസവും സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തി. അയാൾ നിരവധി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിരവധി പ്രോജക്റ്റുകൾ ഓണാക്കിക്കൊണ്ടിരിക്കുന്നു. മലയാള സിനിമയുടെ അഭിവാജ്യ ഘടകമായി മലയാള സിനിമയിൽ നിലവിൽ റൈറ്റർമാരുടെ അത്ഭുതമാണ് രഞ്ജൻ. കാര്യം 1 വർഷം 2 വർഷം എടുത്താൽ പോലും, ക്ഷമിക്കണം അഭിലാഷ്, കാര്യം 2 വർഷം കൊണ്ട് പോലും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ കഴിയാത്തവർക്കിടയിൽ 2 ദിവസം കൊണ്ട് പ്രോജക്റ്റ് ഉണ്ടാക്കി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അഭിലാഷ് 1000 സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ 1000 സ്നേഹം. ബിഗ് ബോസിൽ എൻ്റെ ഒപ്പം മത്സരിച്ചവർ സെറീന, അതുപോലെ ശോഭ വന്നിട്ടുണ്ട്, ബിഗ് ബോസിലെ സീസൺ 5 മറ്റുള്ളവർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ജാൻമണി ഒക്കെ ഞാൻ കാണുന്ന എല്ലാവരും, വിഷ്ണു അതുപോലെ CCFലെ മെമ്പേഴ്സ്, പ്രിയപ്പെട്ട ഓൺലൈൻ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നന്ദി അറിയിക്കാനാണ് ഞാൻ വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ സിനിമ മികച്ച ഷീജേട്ടൻ, ഇനി വിട്ടു, ഇനിയിപ്പോൾ തീത്തോട് കേൾക്കണം എല്ലാവരും. ആരും പേര് ഞാൻ പറയുന്നില്ല, സച്ചിൻ ബേബി ഉൾപ്പെടെ, കേരള രഞ്ജി ക്യാപ്റ്റൻ സച്ചിൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും 1000 സ്നേഹം അറിയിക്കുകയാണ്. പേര് വിട്ടു എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി അറിയിക്കുകയാണ്. സിനിമ പരമാവധി എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. അപ്പൊ രതീഷ് ഉൾപ്പെടെ എല്ലാവരും പേരുകൾ ഓക്കെ. അപ്പൊ എല്ലാവർക്കും 1000 നന്ദി, താങ്ക് യു. അപ്പൊ ഞാൻ ഇവരെ ഒന്ന് വിടുകയാണ്. അതിനുശേഷം നമ്മുടെ സിനിമയിലെ മറ്റുള്ളവരുടെ നന്ദിയും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. അപ്പൊ നമ്മുടെ ചീഫ് ഗസ്റ്റ് വരുന്ന മൂവിയാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ബാലൻസ് വരുന്ന എല്ലാ ആർട്ടിസ്റ്റിനെയും വിളിച്ച് ഓൺലൈൻ മീഡിയ നമ്മുടെ എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബ്രദറിനെ പോലെ ഉള്ള ഒരാളാണ് ആസാദ് കണ്ണാടിക്കൽ.
ഞങ്ങളുടെ നൗഷാദക്ക. അപ്പോൾ അദ്ദേഹം ക്ഷണിച്ച് വന്ന ഇവൻ്റാണ്. എനിക്ക് പറയാവുന്ന ഈ സിനിമയുടെ ടൈറ്റിൽ മുല്ലൻകൊല്ലി, മിഡ്നൈറ്റിൽ മുല്ലൻകൊല്ലി, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പം എനിക്കറിയാം ഓരോ സിനിമയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് അതിഗംഭീരമായി വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു മൂവിയിൽ അഭിനയിച്ചാണ് ഒരാൾ സൂപ്പർ സ്റ്റാർ ആവുക. ഇതൊരു സൂപ്പർ സ്റ്റാർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അഖിൽമാരാ നമുക്ക് എല്ലാവർക്കും ഒരു സൂപ്പർ സ്റ്റാർ ആണ്. സോ ഫസ്റ്റ് ഫിലിം സൂപ്പർ സ്റ്റാർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന മൂവി എന്നൊരു പ്രത്യേകതയുണ്ട്. ഒരുപാട് ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, വിശ്വസിക്കുന്ന, ബഹുമാനിക്കുന്ന ആളാണ്. അതിലൊരാളാണ് ഞാൻ, അഖിൽമാരാ സർ. സോ വെരി ഹാപ്പി ഈ ഒരു ഇവൻറ്റിൽ എനിക്ക് ഭാഗമാകാൻ പറ്റിയത്. തീർച്ചയായിട്ടും ഈ സിനിമ ഫസ്റ്റ് ഡേയിൽ ഞാൻ തിയേറ്ററിൽ പോയി കാണും. നിങ്ങളെല്ലാവരും വരണം. പിന്നെ അഖിൽമാരാർ കൂടാതെ മറ്റൊരു സൂപ്പർ സ്റ്റാർ ഈ മൂവിയിലുണ്ട്. അതെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നവാസ് പള്ളിക്കുന്നാണ്. എൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഫ്രണ്ടാണ്. അത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് പൂർണ്ണമായും കാണാൻ സാധിച്ചിട്ടില്ല സിനിമകളിൽ. ഇനി വരുന്ന സിനിമയിൽ അത് തീർച്ചയായിട്ടും കാണാൻ പറ്റും. സോ ഐ എം വെരി എക്സൈറ്റഡ് ടു സീ ഹിസ് പെർഫോമൻസ് as well. Thank you. Thank you so much. And now let's welcome Zarina ma'am, please. ഒരുപാട് സന്തോഷം ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇത്രയും അധികം ഗ്രാൻഡായിട്ട് നിങ്ങൾ എവരുടെയും മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ആരോടൊക്കെ നന്ദി പറഞ്ഞാൽ തീരും. ആസാദിക്ക, ബാബു ജോൺ സർ, എൻ്റെ കോ ആക്ടേഴ്സ് അഖിലേട്ടൻ, അബി, അതുൽ, ലക്ഷ്മി, കൃഷ്ണപ്രിയ, ഓൾ ഓഫ് ദി എൻറ്റയർ ടീം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആസ് മെൻഷൻഡ് ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ അപ്പിയറൻസ് ആണ്. വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ്. ഒരു ത്രില്ലർ, ഒരു സൈക്കോ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ക്യൂരിയോസിറ്റി വരുന്ന ഒരു ജോണറാണല്ലോ. അപ്പം അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി കൊണ്ടുവരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ. ആസ് സെറ്റ് ഫ്രഷ് പ്രൊഡക്ഷൻ, ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. നമുക്ക് സൂൺ തിയേറ്റേഴ്സിൽ കൊണ്ടുവരാം. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ പ്രസൻസ് ഹിയർ. താങ്ക് യു. ആൻഡ് നമ്മുടെ ഓൺലൈൻ മീഡിയ ടീംസ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഇനി നിങ്ങളുടെ പാർട്ടാണ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അഖിലേട്ടനെ ഒരിക്കൽ കൂടെ. ആൻഡ് നവാസ് കൂടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അതുൽ, പ്ലീസ്. കൃഷ്ണപ്രിയ, ലക്ഷ്മി, നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റ് മുകളിൽ ഇരിക്കുന്നുണ്ട്. അവരെല്ലാവരും ഒന്ന് താഴോട്ട് ജോയിൻ ചെയ്യാമോ പ്ലീസ്? അതുൽ, ശ്രീഷ്മ, എല്ലാവരും ജോയിൻ ചെയ്തോ? നവാസ്ക്ക് പുറത്താണ്. ആൻഡ് നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സും ഒന്ന് ഫ്രണ്ടിലോട്ട് ജോയിൻ ചെയ്യാമോ പ്ലീസ്? ജനേഷ് ജോൺ ആൻഡ് സാജൻ കിറാം, രണ്ടുപേരെയും ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ജോയിൻ ആണെന്നൊക്കെ പറയണ്ട കേട്ടോ. ഇരിക്കുക. യെസ്, നമ്മുടെ രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പാട്ടാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് അല്ലേ? റെഡി? നവാസ്ക്ക് സംസാരിച്ചിട്ട് നമുക്ക് ഓൺലൈൻ മീഡിയയുടെ ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. നമ്മുടെ മീഡിയ ടീമിന്റെ ക്വസ്റ്റ്യനിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. ഒരു വലിയ പടത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിന്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഈ പടത്തിലേക്ക് എന്നെ ക്ഷണിച്ച നമുക്കൊക്കെ പ്രിയപ്പെട്ട എൻ്റെ ബാബു സാറോടും എൻ്റെ പ്രൊഡ്യൂസർമാരായ പ്രസീദേഷ്ണൻ, അതുപോലെ തന്നെ ഉദയേട്ടൻ, ആസാദക്ക, എല്ലാവരോടും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈയടി. ഓക്കെ, എനിക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. കണ്ടന്റിന് വേണ്ടിയിട്ട് പൊളിറ്റിക്സ് കുറച്ച് ഒഴിവാക്കി. അഭിഷേക് ഏട്ടാ ഒന്ന് ഫ്രണ്ടിലോട്ട് ജോയിൻ ചെയ്യോ?
ആൻഡ് ഉദയൻ സാറിനെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, തുടങ്ങാം. അപ്പം ട്രെയിലർ കണ്ടെടുത്തോളം നമ്മളെല്ലാവരും ഒരു ത്രില്ലർ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ത്രില്ലർ എക്സ്പെക്ട് ചെയ്ത് വരുന്ന പ്രേക്ഷകർക്ക് ശരിക്കും ഞെട്ടിക്കുമോ? അല്ല, ഞെട്ടൽ എന്നതിനേക്കാൾ ഉപരി ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് തൃപ്തികരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതാണല്ലോ അൾട്ടിമേറ്റ് വേണ്ടത്. സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുന്ന ഒരു പ്രേക്ഷകന് അവൻ്റെ 2 മണിക്കൂർ വേസ്റ്റായി എന്നൊരു തോന്നലുണ്ടാവാൻ പാടില്ല. അതിങ്ങൾക്ക് ഉണ്ടാവില്ല, ഉറപ്പിക്കാം. ഞാൻ കണ്ടെടുത്തോളാം. ഇനി അതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരുടെ മനസ്സ് വ്യത്യസ്തമാണ്, നമ്മുടെ എല്ലാവരും ടേസ്റ്റ് വ്യത്യസ്തമാണ്. ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. പക്ഷേ 100% അങ്ങനെ ഒരാൾക്ക് ഒരു കുറ്റങ്ങൾ കണ്ടെത്താൻ പറ്റുന്നൊരു സിനിമയല്ലത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പരിമിതികളെന്നൊക്കെ പറഞ്ഞ ഒരു എക്സ്ക്യൂസ് ഒന്നും ഞാൻ പറയുന്നില്ല. സിനിമ നന്നായി വന്നിട്ടുണ്ട്. വളരെ വേറിട്ട അഭിപ്രായങ്ങളുള്ള ഒരാളാണ് അഖിലേട്ടൻ. അപ്പം ഈ കഥ എന്തുകൊണ്ടാണ് ഒരു ഡിഫറെൻ്റ് ആണെന്ന് തോന്നാൻ? അല്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ സിനിമ വന്നതുമല്ല. ആക്ച്വലി സിനിമയിലേക്ക് ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ ഈ കള്ളം പറഞ്ഞ് സംസാരിക്കുന്ന താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. സിനിമയിലേക്ക് അഭിനയിക്കാൻ എനിക്ക് ആക്ച്വലി ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ കുറേ അവസരങ്ങൾ വന്നിരുന്നു. ഈ സബ്ജക്റ്റ് ആക്ച്വലി ബാബുവേട്ടൻ എന്നെ ആദ്യം വിളിച്ച സമയത്തും ഞാൻ നേരത്തെ എല്ലായിടത്തും പറയുന്ന കണക്ക് ഞാൻ ഉള്ളി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രമാണ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നോക്കിയത്. സിനിമ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ആണ്. എല്ലാവരുമായിട്ട് സൗഹൃദം കൊണ്ട് അടുപ്പമുണ്ട്. എപ്പോൾ വിചാരിച്ചാലും എനിക്ക് സിനിമ ചെയ്യാം. അഭിനയിക്കണം എന്നുള്ള വലിയ ആഗ്രഹമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരുടെ അഭിനയിക്കുന്നതിനെ പറ്റി പറഞ്ഞതുമില്ല. അപ്പോൾ ഈ ബാബുവേട്ടൻ എന്നെ വിളിച്ച സമയത്ത് ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷേ പിന്നീട് ആസാദൊക്കെ വിളിച്ചു. ആസാദൊക്കെ അതായത് ഒരു ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ എന്നോട് ഈ സിനിമയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കൺഫ്യൂഷൻസൊക്കെ അവർ ക്ലിയർ ചെയ്ത്, അപ്പോൾ ഇത് ഞാൻ ഇതെല്ലാം ഒരു നിയോഗം പോലെയാണ്. അപ്പോൾ ഇത് സംഭവിക്കേണ്ടതാണ്, ഞാനിതിൽ അഭിനയിക്കേണ്ടതാണ്, ഇത് ഇന്ന് നിങ്ങൾ കാണേണ്ടതാണ്, നാളെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവേണ്ടതാണ്. അപ്പോൾ സംഭവിക്കാനുള്ളത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായതാണ്. അത് മാത്രമല്ല, 2-3 കാരണങ്ങൾ മറ്റൊക്കെ ഉണ്ട്. അത് വരുന്ന സമയത്ത് ഞാൻ പറയാം. അതായത് ഈ സിനിമയിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ച മറ്റു ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ചും കൂടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഘടകങ്ങളാണ് എന്നാണ് സത്യം. സംവിധായകനായിട്ടാണ് ആദ്യം നമ്മൾ അഖിലേട്ടനെ ആദ്യമായി കാണുന്നത്. ശേഷം ഇപ്പം നായകനെ സിനിമയിലേക്ക് എത്തുന്നു. മുൻപോട്ട് നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? സംവിധായകനായിട്ട് പ്രതീക്ഷിക്കണോ അതോ ഒരു നായകനായിട്ട് തന്നെ പ്രതീക്ഷിക്കണം? അഖിൽ മാരാനായിട്ട് പ്രതീക്ഷിച്ചാൽ താങ്ക് യു. ആൻഡ് സരിത സുരേഷ് ആൻഡ് ഷൈൻ താസ് രണ്ടുപേരെയും ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ജോയിൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് ഡയറക്ഷൻ ആണോ അഭിനയമാണോ ഏറ്റവും ഈസിയായി കംഫർട്ടായി തോന്നിയത്? അല്ല, ഇത് ആക്ച്വലി ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നൊരു ക്ലീശേ ചോദ്യമാണ്. അഭിനയം പൊതുവെ താരതമ്യേന എളുപ്പമാണ്, ഡയറക്ഷനുമായിട്ട് താരതമ്യം ചെയ്യും. താരതമ്യേന എളുപ്പമാണ് എന്ന് കരുതി അഭിനയം എളുപ്പമെന്നല്ല എൻ്റെ അർത്ഥം. ഇനി അങ്ങനെ പറഞ്ഞാൽ അഭിനയം വളരെ ഈസി എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. താരതമ്യം ചെയ്ത് നോക്കിയാൽ സംവിധാനത്തെക്കാട്ടി എളുപ്പം അഭിനയമാണ്. എഫേർട്ട്ലെസ് ആണ് കുറച്ചുകൂടെ. മറ്റേത് കുറച്ചും കൂടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാരുടെ മനോഭാവങ്ങളും ഒരുപാട് ആൾക്കാരുടെ ചിന്തകളും ഒക്കെ ചിന്തിച്ച്, പ്രേക്ഷകരെങ്ങനെ ചിന്തിക്കുന്നതൊക്കെ ചിന്തിച്ച് വേണം നമ്മളൊരു സിനിമ സംവിധാനം ചെയ്യാൻ. അതിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനെക്കാട്ടിയും പ്രയാസമാണ് റൈറ്റർ. ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും പ്രയാസമുള്ള പണി റൈറ്ററുടെ പണിയാണ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരാളല്ലല്ലോ ഡയറക്ടർ. മോണിറ്ററിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആക്ഷനും കട്ടും പറയുന്ന ഒരാളല്ല ഇന്ന് ഡയറക്ടർ. ഇന്ന് എല്ലാവരും ഡയറക്ടറാണ്. ക്യാമറമാൻ ഡയറക്ടറാണ്, കോസ്റ്റ്യൂം ചെയ്യുന്ന ഡയറക്ടറാണ്, എല്ലാവർക്കും. എന്ന് വെച്ചാൽ അവരുടെ എല്ലാ ഇടപെടി ഇന്ന് സിനിമയിലുണ്ട്. അതൊക്കെ സിനിമയ്ക്ക് നല്ലതുമാണ്. പണ്ടെന്ന് പറയുന്നത് ഒരു സംവിധായകൻ എന്ന് പറയുന്ന ഒരാളുടെ മാത്രം അൾട്ടിമേറ്റ് ഡിസിഷനായിരുന്നു സിനിമ. ഇന്ന് അഭിനയിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ പലപ്പോഴും സംവിധായകനെ സഹായിക്കാറുണ്ട്. പക്ഷേ എഴുത്തിനെ സഹായിക്കാൻ പ്രത്യേകിച്ച് ആരും വരാറില്ല. ഇവിടെ എഴുത്തുകാരൻ്റെ പണിയാണ് ഏറ്റവും പ്രയാസമുള്ള പണി. ശൂന്യതയിൽ നിന്ന് ഇത് സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രയാസമുള്ള പണി. ഞാനൊക്കെ സിനിമ ചെയ്യാൻ മടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ടാണ്. കാരണം ഇനി ആൾക്കാർക്ക് ഇപ്പം നമ്മളുടെയൊക്കെ മനസ്സിലുള്ള സിനിമകളൊക്കെ ആക്ച്വലി സത്യനന്ദിക്കാടിനെയും ശ്രീനിവാസൻ സാറിനെയും ഐവിശ സാറിനെയും ഒക്കെ ആരാധിച്ച് വന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് സിനിമ പഠിച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് അന്ന് 2007-2008 കാലഘട്ടം തൊട്ട് കഷ്ടപ്പെട്ട് തുടങ്ങി ആ യാത്ര വന്ന് അവസാനിച്ച് 2020 സിനിമ എടുക്കുമ്പോൾ സിനിമ മാറി. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറിയ സിനിമകൾക്കനുസരിച്ച് പഠിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി പഠിച്ച് പുതിയ കാലഘട്ടത്തെ മനസ്സിലാക്കി സിനിമ ചെയ്തില്ലെങ്കിൽ സിനിമ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ക്വസ്റ്റ്യൻ കൂടി. നമ്മൾ ഇതിനു മുൻപ് മുള്ളംകൊല്ലി വേലായുധനായിട്ട് നമ്മുടെ ലാലേട്ടനെയാണ് കണ്ടത്. മുള്ളംകൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരും അതിലാണ് വന്നിട്ടുള്ളൂ.
ഈ സിനിമയിലും മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി. അപ്പോൾ ലാലേട്ടനെ കടത്തി വെട്ടുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ ചോദിച്ച് നീയും മോഹൻലാലിനെ കടത്തി വെട്ടാൻ കഴിയുന്ന ആരെങ്കിലും ഇന്ന് ലോകത്തുണ്ടോ? അഭിനയത്തിൽ അദ്ദേഹത്തെ കടത്തി വെട്ടാൻ പറ്റുന്നൊരു അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും വേൾഡിൽ തന്നെ ഉള്ളത്. അതൊരു പക്ഷേ ഡെൻസിൽ വാഷിംഗ്ടണും ഇവരൊക്കെ കണ്ടാൽ തന്നെ അവർ ലാലേട്ടനെ പോയിരുന്നു. ഇദ്ദേഹം ചെയ്തു വെച്ചേക്കുന്നതൊക്കെ ചെയ്യുന്ന അത്ര എളുപ്പമല്ല, ആർക്കും എളുപ്പമല്ല. അത് അങ്ങനെയൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് ആരുമായും താരതമ്യം ചെയ്തത്. ഞാൻ ഇതിൻ്റെ ABCD അഭിനയത്തെക്കുറിച്ച് അറിയാതെ സിനിമയിൽ വന്ന് അഭിനയിച്ചപ്പോൾ ആകെ ഒരു സംവിധായകൻ്റെ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുക, എപ്പോഴും കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ കഴിയണം, ആ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാൻ കഴിയണം. അവിടെ ഈ കഥാപാത്രമായിട്ട് നിങ്ങൾക്ക് എന്നെ തോന്നണം. നിങ്ങൾക്ക് അഖിൽമാരായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നടനത്തിൽ സമ്പൂർണ്ണ പരാജയമാണ്. ഏതൊരു നടനായാലും ആ നടനെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നതെങ്കിൽ ആ നടൻ സമ്പൂർണ്ണ പരാജയമാണ്. ആ നടനെ കാണാതിരിക്കുക എന്ന് പറയുന്നിടത്താണ് അയാളുടെ അഭിനയശേഷി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. നടനെ മറന്നു പോകണം. അങ്ങനെ മറന്നു പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഞാൻ കുറച്ചൊക്കെ വിജയിച്ചു എന്ന് പറയാം. പക്ഷേ മുള്ളൻകൊല്ലിക്ക് നടനുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ആന്റണി ചേട്ടനെ ആൻഡോ ചേട്ടനെ ഞാൻ ഇതുമായിട്ട് കണ്ട സമയത്ത് ഇപ്പോൾ ലിസ്റ്റിന് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ലിസ്റ്റിൻ ചേട്ടൻ ചിറകൊടിഞ്ഞ കിനാക്കൾ എടുത്തപ്പോൾ അഴകിയ രാവണൻ സിനിമയിലെ കഥയാണല്ലോ ചിറകൊടിഞ്ഞ കിനാക്കൾ. അന്ന് ഈ ചിറകൊടിഞ്ഞ കിനാക്കൾ എന്ന് പേരിട്ടതിന് പഴയ പ്രൊഡ്യൂസർ കേസ് കൊടുത്തു. അതായത് ഈ പേര് യൂസ് ചെയ്തതുമായിട്ട് ആ സിനിമയുടെ അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടാണ് ഈ ചിറകൊടിഞ്ഞ കിനാക്കൾ ലിസ്റ്റിൻ ചേട്ടൻ ഇറക്കിയെന്ന് ആൻഡോ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആന്റണി ചേട്ടൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ മുള്ളൻകൊല്ലിക്ക് ഒരു സ്റ്റേ ആക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് നല്ലതാണ്, ചേട്ടന് ദോഷമായിരിക്കും എന്ന് പറയും. അപ്പോൾ പറഞ്ഞു അതിൽ നെഗറ്റീവാകുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല, വേണ്ടത്. എൻ്റെ മുള്ളൻകൊല്ലിയായിട്ട് യാതൊരു ബന്ധവുമില്ല. മുള്ളൻകൊല്ലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു രാത്രിയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളും അതിനെ തുടർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സന്ദർഭങ്ങളും ഒക്കെ ചേർത്തിണക്കി പോകുന്നൊരു സിനിമയാണ്. സിനിമ റിലീസ് ചെയ്യുമ്പോൾ രാഷ്ട്രീയം മൊത്തം ഇതുപോലത്തെ കാര്യം നോക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ആരും നോക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ JSK വിളിച്ചപ്പോഴും എല്ലാ മെയിൻ നായകൻ്റെ രാഷ്ട്രീയം മതം അങ്ങനത്തെ കാര്യം നോക്കുകയാണ്. അങ്ങനെ ഒരിക്കലും നോക്കാൻ പാടില്ല. സിനിമയായിട്ട് കാണുക. അഭിനയിച്ചേക്കുന്ന ആൾക്കാർക്ക് വ്യക്തിത്വം ഉണ്ടാവണമെന്നാണ് ഞാൻ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത്. അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിത്വം ഉണ്ടാവണം. സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ ആരാണ് ചൂണ്ടിക്കാണിക്കുക? നമുക്ക് എന്തെങ്കിലും ലാഭങ്ങൾ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇതുമൂലം എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് കരുതി നമ്മൾ മിണ്ടാതിരുന്നാൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടാകുന്നൊരു സമയം വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാനത് പറഞ്ഞില്ലല്ലോ. ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു ഓടയുടെ സ്ലാബുകളൊക്കെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ PWD-കാരെ 4 ചീത്തയും വിളിച്ച് PWD എഞ്ചിനീയറെ ഫോണിൽ വിളിച്ച് 4 തെറിയും വിളിച്ചിട്ട് നമ്മൾ വീട്ടിൽ വരും. പക്ഷെ നമുക്കത് പബ്ലിക്കായിട്ട് പറയാനോ അതിനെതിരെ പ്രതിഷേധിക്കാനോ കഴിയുന്നില്ല. എന്താ കാര്യം? നമുക്ക് നഷ്ടങ്ങളുണ്ടാകും. എന്തിനാണിതെന്ന് നമ്മൾ ചിന്തിക്കും. നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ അച്ഛൻ രാത്രിയിൽ വരുന്ന വഴിക്ക് ഇതേ ഓടയിൽ വീണ് മരണപ്പെടുകയും അപകടം ഉണ്ടാവുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ ഇതേ ഓടയിൽ വീണ് നമ്മൾ കണ്ട അതേ സ്ലാബിൽ തട്ടി വീണ് മരണപ്പെട്ടു എന്ന് നമ്മൾ അറിഞ്ഞാൽ ഒരു നിമിഷം നമ്മൾ വിചാരിക്കും, ആ നിശബ്ദതയാണല്ലോ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടമെന്ന്. അതുകൊണ്ട് നിശബ്ദതയാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഞാൻ ശബ്ദിക്കുന്നത് ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ശബ്ദിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ഞാൻ രാഷ്ട്രീയം പറയുന്നത്, പ്രത്യേകിച്ച് കലാകാരന്മാർ ആരൊക്കെ രാഷ്ട്രീയം പറയുന്നുണ്ടോ അവരൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. കാര്യം അവരാരും അവർക്ക് വേണ്ടിയില്ല. കാര്യം നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരാൾ സംസാരിക്കുക. മിണ്ടാതിരുന്നാൽ നേട്ടങ്ങൾ കിട്ടും, മിണ്ടുന്നവന് നഷ്ടങ്ങൾ. നാച്ചുറൽ ആക്ടറാണോ മെത്തേഡ് ആക്ടറാണോ? ഞാനൊരു ആക്ടറെ ആയിട്ടില്ല. മറ്റെന്തെങ്കിലും നമുക്ക് മൈക്ക് അഖിൽ മാരാർ എന്ന ഡയറക്ടർ, അഖിൽ മാരാർ എന്ന ആക്ടറിനെ ഏതെങ്കിലും ഇൻസ്റ്റൻസിൽ ഹെൽപ്പ് ചെയ്തിരുന്നോ ഈ പടത്തിൽ? അല്ല, അത് കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. കാര്യം ഒരു സംവിധായകൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തരാതെ തന്നെ കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന സമയത്ത് അതിനെ കുറച്ചും കൂടെ മോൾഡ് ചെയ്യുമ്പം ഡയറക്ടർ കുറച്ചുകൂടെ ബെറ്റർ ഡയറക്ടറായിട്ട് മാറും. പക്ഷെ അല്ലെങ്കിലും ഈ പറയുന്ന അതേസമയം ഇപ്പം എനിക്കിവിടുന്ന് കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകാൻ എളുപ്പവഴി കോട്ടയം വഴിയാണ് എളുപ്പവഴിയെങ്കിൽ ആ കോട്ടയം വഴി തന്നെ പോകണമെന്ന് ഞാൻ പറയുകയും ഡയറക്ടർ പറയുകയും ചെയ്താൽ അത് രണ്ടും ഈക്വലാണ്. അതിൻ്റെ അർത്ഥം ഒരാളുടെ അഭിപ്രായം ഒരാൾ സ്വീകരിച്ചു എന്നോ അത് ശരിയെന്നുള്ള നിലയല്ല. അതാണ് അതിൻ്റെ ശരി. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു സംഭവം ശരിയായിട്ട് വന്നു എന്ന് ഡയറക്ടർക്ക് തോന്നിയാൽ അത് നല്ലതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഈ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് ഒക്കെ പറയുമ്പോൾ കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്താ പ്രശ്നം ചെയ്ത് എത്ര മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. ഇപ്പം നമ്മൾ ചില ഈ പരസ്യങ്ങളൊക്കെ കാണത്തില്ലേ, ഭയങ്കര മോഡേൺ ലുക്കിലൊക്കെ ചിലർ ഇരിക്കും. നമ്മൾ ഇതേ കണക്ക് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യും. ആ ഹെയർ സ്റ്റൈൽ വേറെ എന്തെങ്കിലും രീതിയിലിരിക്കും.
നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണും നമ്മൾ ഇതാ ചെയ്യുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഫീൽ വരണം. ഇപ്പം ഞാൻ ഭയങ്കരമായ രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഫേസ് ഇട്ട് പിടിക്കുകയും കാണുന്ന ആൾക്കാർക്ക് ചിരി തോന്നുകയും ചെയ്തിട്ട് കാര്യമില്ല. അപ്പം മുഖത്ത് ഭാവങ്ങൾ വിരിയുക, അത് വിരിയിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭാഗ്യം ഉണ്ടാവുന്നത്. ചിലർക്ക് ഇമ്പോണായിട്ട് തന്നെ ഉണ്ടാവും, ചിലർ വെറുതെ നോക്കിയാലും മാറിയ ആറ്റിറ്റ്യൂഡായിരിക്കും. അപ്പൊ അഖിൽ മാരാർ എന്ന ആക്ടർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഏത് ടൈപ്പ് ഓഫ് സീൻസ് ആയിരുന്നു? ലൈക്ക് സീനുകളെ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. സീനല്ല രതീഷ്, ആക്ച്വലി അങ്ങനെ ഒരു വലിയ കഷ്ടപ്പാടായിട്ടൊന്നും നമുക്കിത് വന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പം ഇതിലെ കഥാപാത്രത്തിന് കുറച്ചൊക്കെ, അതായത് ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ചില സ്ഥലങ്ങളിലൊക്കെ എൻ്റെ ജീവിതമായിട്ടൊക്കെ കുറച്ച് സാമ്യതകളൊക്കെ ഉണ്ട്. ഫാമിലി റിലേഷൻസൊക്കെ നമ്മുടെ ജീവിതമായിട്ട് സാമ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് ഈ കഥാപാത്രം കുറച്ചുകൂടെ ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ ഫൈറ്റ് ആയിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു പരിപാടി. പക്ഷെ അത് എങ്ങനെയോ സംഭവിച്ചു. അതാണ് ഞാൻ പറയാണ്ട്. എൽബൻ ഇപ്പോൾ ഉണ്ട്, അത് പുള്ളിയുടെ ഫോൺ കൊടുത്താൽ പുള്ളി പറയും, അല്ല മൊബൈൽ കൊടുത്താൽ ക്യാമറമാൻ കൊടുത്താൽ പറയും. അല്ല പുള്ളി അങ്ങനെ ഇട്ട പേരാണ്. ഇതിപ്പോൾ ഞാനിത് പറഞ്ഞ നിങ്ങളെന്നെ ഞാൻ എന്നെ പോയിട്ട് ഞാൻ അങ്ങനെ അത് സംഭവിച്ചു. അതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ തീർക്കാൻ പറ്റിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ സമയം വേണം എടുത്താൽ. അപ്പോൾ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തുടക്കക്കാരനല്ലേ. താങ്ക് യു. ഈ റിവ്യൂ സിനിമയെ ബാധിക്കുന്നുണ്ടോ? സിനിമ റിവ്യൂവിനെ ബാധിക്കാറുണ്ട്. കാരണം കാര്യം എന്താണെന്ന് വെച്ചാൽ സിനിമ ഇല്ലെങ്കിൽ റിവ്യൂ അവതരണം ജീവിതമില്ല. റിവ്യൂ ഇല്ലെങ്കിലും സിനിമ ഉണ്ടാവും, പക്ഷെ സിനിമ ഇല്ലെങ്കിൽ റിവ്യൂ ഇല്ല. സോ നമ്മുടെ മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ തീർച്ചയായും നവാസിനോടൊക്കെ ചോദിക്കാൻ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞല്ലോ. ഞാൻ അതല്ല ആർക്കെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇവിടെ അതല്ല എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആരാണ്? അല്ല ഞാൻ ചോദിച്ചു, ഞാൻ മൈക്ക് കംപ്ലീറ്റ്ലി കൈമാറട്ടെ എന്ന് ചോദിച്ചതാ. ഓക്കെ അല്ലേ? ഒരു മൈക്കൂടെ ഉണ്ട്, അത് തരാം. അഖിലേട്ട നേരത്തെ പറഞ്ഞു, ഞാൻ ആദ്യം ഈ സിനിമ നിരസിച്ചിരുന്നു, എന്നിട്ട് സംവിധായകന്റെ ആ ഒരു നിർബന്ധപ്രകാരം ചെയ്തതാണ്. അത് അഖിൽ മാരാർ തന്നെ ഈ ഒരു കഥാപാത്രം ചെയ്യണം എന്താ സംവിധായകന് ഇങ്ങനെ തോന്നാൻ കാരണം? അതിനകത്തൊരു തിരുത്തുണ്ട്. സംവിധായകൻ ആദ്യം നിർബന്ധിച്ചു, അന്നേരം നിരസിച്ചു, പിന്നീട് കൺട്രോൾ വിളിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അഖിൽ മാരാർ ആണല്ലോ നടനായത്. തീർച്ചയായിട്ടും. അതിന്റെ കാരണം വെച്ചാല് അപ്പം ഇതിനകത്ത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു ക്യാരക്ടർ ഇപ്പം നമുക്കറിയാം, പല സിനിമയിലും ഇപ്പം നമ്മളൊരു ആർട്ടിസ്റ്റ്, ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് രംഗത്ത് വരുമ്പോൾ അയാൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളിൽ നമ്മുടെ മുന്നോട്ട് പോകും. അത് ഈ കഥാപാത്രത്തെ ഒരുപാട് സ്വാധീനിക്കും. അഖിലിന് സോഷ്യൽ മീഡിയയിലുള്ള അഖിലിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള ഒരു ചിത്രം, ആ ചിത്രത്തിൻ്റെ ഇമ്പാക്റ്റ് അതായിരുന്നു ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അഖിലിനെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തത്. മലയാളത്തിൽ ഒരുപാട് ഇങ്ങനെ സൈക്കോപാത്ത് ത്രില്ലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, അതിനെ ബ്രേക്ക് ചെയ്യുമോ മുള്ളംകൊല്ലി? അല്ല, അത് ഞങ്ങളല്ല പറയേണ്ടത്, കാണുന്ന പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. അതെങ്ങനെയാണ്, നിങ്ങളൊക്കെയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ വന്നിട്ടുണ്ട് എന്താണ്. നമുക്ക് ഒരു അവകാശം വാദം പറയാം. കാരണം വെച്ചാൽ പ്രേക്ഷകർ പല രീതിയിലാണ്. ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, അതിനകത്ത് എല്ലാ സിനിമയും വളരെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത്. എല്ലാവരും 100 ദിവസം ഓടാൻ വേണ്ടി തന്നെയാണ് സിനിമ എടുക്കുന്നത്. പിന്നെ സിനിമ സംഭവിക്കുന്നതും കൂടിയാണ്. അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. താങ്ക് യു. ഓക്കെ. സോ നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സും കൂടെ, ജനീഷ് സാർ ആൻഡ് സാജ് സാർ രണ്ടുപേരും ഉണ്ട്. എല്ലാവരും ഓൾറെഡി ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും എക്സൈറ്റഡ് ആണ്. നമുക്കറിയാം, സിനിമ ഓരോ ദിവസവും വളരെ കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡ് മാത്രമല്ല, എല്ലാവരും ആകാംക്ഷപൂർവ്വം ഇന്നത്തെ കാലത്ത് ഒരുപാട് വിമർശനങ്ങളും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുന്നൊരു ഫീൽഡുമാണ്. അതുകൊണ്ട് തന്നെ ഒരു പാട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവരെങ്ങനെ എടുക്കും എന്ന് ഞങ്ങൾക്കും നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ. ഒരു ഫുൾ പാക്ഡ് സിനിമയാണ്. ഞങ്ങൾ എപ്പോഴും പറയും, ഇതിനകത്ത് ചെറിയൊരു ചിലവിൽ ഉണ്ടാക്കിയ ഒരു സിനിമയാണെങ്കിൽ പോലും ഇതിനകത്ത് ഇപ്പോൾ തന്നെ അഖിൽ പറഞ്ഞു കഴിഞ്ഞു, 3 ഫൈറ്റ് ഉണ്ട്, അതുപോലെ 2-3 സോങ്സ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, എല്ലാം കൂടെ ഉള്ള ഒരു ഫുൾ പാക്ക് സിനിമയാണ്. പക്ഷേ ഫിനാൻഷ്യലി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് സിനിമ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഫലം സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് തരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മനോഹരമായ 2-3 പാട്ടുകൾ അതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളത് ഏറ്റെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് അതിന് കൂടുതലുള്ളത് കണ്ണൂർ ഇരട്ടിക്കാരുടെ ഒരു കൂട്ടായ്മയുടെയും സ്നേഹ കൂട്ടായ്മയുടെ ഒരു പടം കൂടിയാണ്. ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ ഇരട്ടിക്കാരുടെ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം കണ്ണൂരിൽ നിന്ന് ഒത്തിരി പേർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ ഒരു പടം നിങ്ങൾ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പാട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ
അന്ന് നിറഞ്ഞ സപ്പോർട്ട് തരണമെന്നും കൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ടും സ്നേഹവും ഞങ്ങൾക്കുണ്ടാകണം. സംഗീതം ഞങ്ങൾ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് ബാക്കിയൊക്കെ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ ഏറ്റെടുക്കുന്നത് തന്നെയാണ് പ്രതീക്ഷ. താങ്ക് യു. ഇതിൻ്റെ ടൈറ്റിൽ സോങ്ങും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈറ്റിൽ മുതൽ എൻ ടൈറ്റിൽ വരെ ഫുള്ള് ത്രില്ലിംഗ് എലമെൻറ്റിലുള്ള മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗവും പിന്നെ ആ ഒരു എലമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ശ്രമിച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ. പിന്നീട് ഇത് നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കുക. എന്തായാലും വളരെ അധികം സന്തോഷമുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ലക്ഷ്മി. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് മൂവിയാണ്. അതിൻ്റെതായ എല്ലാ ടെൻഷനും കൂടി തുടങ്ങിയിട്ടും നല്ലൊരു ടീമായിരുന്നു. ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമായിരുന്നു. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ മൂവി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും സിനിമയോടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ചെറിയൊരു പാർട്ടായിട്ടാണെങ്കിലും വലിയൊരു പാർട്ടായിട്ട് നിൽക്കാനാണെങ്കിലും അത് ഈ മൂവിയിൽ ഉടനീളം ഉണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ടു ഓൾമൈറ്റി. ഇനിയെല്ലാം നിങ്ങളുടെ എല്ലാം കയ്യിലാണ്. സപ്പോർട്ട് ചെയ്തൊക്കെ റിലീസിൻ്റെ സമയത്തും കാണുന്ന ടൈമിലുണ്ടാവണം. താങ്ക് യു. And now let's welcome Krishnapriya. ഹായ്. ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ എൻ്റെയും ഫസ്റ്റ് മൂവിയാണ്. എല്ലാവരും എൻ്റയർ ക്രൂ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ ഡയറക്ടർ സാറായാലും പ്രൊഡ്യൂസർ, പിന്നെ ക്യാമറ എൽവൻ സർ, കൃഷ്ണമുരളി അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഭയങ്കര സപ്പോർട്ടീവായ ഒരു ക്രൂ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് മൂവി ആയതുകൊണ്ട്. പക്ഷേ എല്ലാവരും ഇത് ഞാൻ പറഞ്ഞ പോലെ സപ്പോർട്ടീവ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും മൂവി കാണുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു. അതുൽ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അതുൽ സുരേഷ്. ഞാനൊരു മോഡലായിരുന്നു. മോഡലിംഗ് വഴിയാണ് ഇപ്പോൾ ആക്ടിങ്ങിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പരിചയപ്പെടുത്തിയ നമ്മുടെ ഡയറക്ടർ ബാബു സാർ തന്നെയാണ്. ബാബു സാറിൻ്റെ നേർച്ചപ്പെട്ടി എന്ന സിനിമയിൽ ഒരു ലീഡിങ് റോളിലാണ് ഞാൻ വന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. അപ്പം എന്താ പറയുക, ഇത് ഒരുപാട് പേരുടെ പരിശ്രമത്തിൻ്റെ ഫലം കൂടിയാണ്. ഇതൊരു പലപ്പോഴും പറയുന്നുണ്ട് ഇതൊരു ചെറിയ ബഡ്ജറ്റ് പടമാണ്. ചെറിയ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ പോലും ഇതിൽ ആക്ടിങ് വൈസ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ട് ഇതൊരു പടമാണ്. ആക്ടേഴ്സിൻ്റെ ഒരു ബഡ്ജറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ളൊരു കോംപ്രമൈസ് ഈ പടത്തിൽ വരുത്തിയിട്ടില്ല. ഇത് വലിയൊരു പടമെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ കൊടുത്ത് സിനിമ കാണുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവാത്ത ഒരു സിനിമയായിരിക്കും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് തീരുമാനിക്കുന്നത് നിങ്ങളും കൂടിയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശ്രീഷ്മ. ഒരുപാട് സന്തോഷം. ഇങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് കാണാൻ പറ്റിയതിലും ഇതിലൊരു ഭാഗമാകാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ബാബു സാറ്, ആസാദ് ഖാൻ, പ്രസീ സർ, ഇതുപോലെയുള്ള വ്യക്തികളുടെ ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കണം ഇത്. എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് ഈ ഫിലിം വൻ വിജയമാക്കി തീർക്കാൻ സപ്പോർട്ട് മീ. ഓക്കെ, താങ്ക് യു. നമ്മളെല്ലാവരും ചേർന്ന് സിനിമ റിലീസിന് കാണുമെന്ന പ്രതീക്ഷയോടുകൂടി once again thank you so much and it's me Bhavya Bashir signing off. Thank you. Ready.